ലോകം മുഴുവൻ വിറച്ചു നിന്ന നിമിഷം. ചരിത്ര പുസ്തകങ്ങളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ആ രംഗം ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇസ്രയേൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സൈനിക ശക്തിയുടെ പാർലമെന്റ് നെസറ്റ്, അവിടെ ഒരു വിദേശ നേതാവ് കടന്നു വരികയാണ്. സാധാരണയായിട്ട് വിദേശ നേതാക്കളൊക്കെ വരുമ്പോ മര്യാദയുടെ പുറത്ത് നൽകുന്ന ഒരു കയ്യടിയല്ല അവിടെ കണ്ടത്. മറിച്ച് ഇസ്രയേലിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും, അതെ, രണ്ടു കൂട്ടരും ഒരുപോലെ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഒരുപോലെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് മിനിറ്റുകളോളം നീണ്ടു കൈയടിക്കുന്നു. ലോക ചരിത്രത്തിൽ വിൻസ്റ്റൺ ചർച്ചിലിനോ റൊണാൾഡ് റീഗനോ പോലും ലഭിക്കാത്ത അത്രയും വലിയ ആദരവ്. ആരാണ് ആ നേതാവ്? മറ്റാരുമല്ല, സനാതന ധർമ്മത്തിന്റെ കരുത്തുമായി 140 കോടി ഭാരതീയരുടെ ആത്മാഭിമാനവുമായി ഇസ്രയേൽ മണ്ണിൽ ചുവടുറപ്പിച്ച ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് ഇസ്രയേൽ എന്ന കുഞ്ഞൻ കരുത്തൻ ഭാരതത്തിന് മുന്നിൽ ഇത്രയേറെ വിനയാന്വിതനാകുന്നത്? വെറുമൊരു നയതന്ത്ര സന്ദർശനത്തിനപ്പുറം മോദി അവിടെ നടത്തിയ ആ കൗതുകകരമായ കാവ്യ വിപ്ലവം എന്തായിരുന്നു? ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ തന്റെ സഹോദരൻ എന്ന് വിളിച്ചതിന് പിന്നിലെ രഹസ്യം എന്താണ്? ഭാരതത്തിന്റെ വിദേശ നയം എങ്ങനെയാണ് ലോകത്തെ വിറപ്പിക്കുന്നത്? ഇതാ ചരിത്രവും രാഷ്ട്രീയവും ആവേശം വിതറുന്ന ഒരു മഹാസംഗമത്തിന്റെ പൂർണ്ണരൂപം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം ഇത് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ടെല്ലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നും പ്രോട്ടോകോൾ പ്രകാരം ഒരു വിദേശ പ്രധാനമന്ത്രി വരുമ്പോൾ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ചെറിയ ഉദ്യോഗസ്ഥരോ ആണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ സ്വീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറ നെതന്യാഹുവും നേരിട്ടെത്തി. അവിടെ ഒരു അവിശ്വസനീയമായ രംഗമാണ് അരങ്ങേറിയത്. സാറ നെതന്യാഹു ധരിച്ചിരുന്നത് കടും കാവി നിറത്തിലുള്ള ഒരു വസ്ത്രമായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ജാക്കറ്റിലെ പോക്കറ്റ് സ്ക്വയറിലും അതേ നിറമാണ്. ലോകം ആശ്ചര്യപ്പെട്ടു. നെതന്യാഹു തമാശ രൂപേണ ചോദിച്ചു, നോക്കൂ പ്രധാനമന്ത്രി, എന്റെ ഭാര്യയുടെ വസ്ത്രവും നിങ്ങളുടെ പോക്കറ്റയും ഒരേ നിറമാണല്ലോ എന്ന്. ഇവിടെയാണ് മോദി എന്ന നയതന്ത്രത്തിന്റെ മാജിക് നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു യാദൃച്ഛികതയല്ല, ഇതെന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ നിറമാണ്. ഭാരതത്തിന്റെ ഹിന്ദു ദേശീയതയുടെ പ്രതീകമായ കാവിയാണത്. തന്റെ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ലോകത്തിന്റെ ഏറ്റവും ശക്തമായ വേദികളിലൊന്നിൽ ഇത്രയും വ്യക്തമായും അഭിമാനത്തോടെയും പറയാൻ മോദിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഈ ഒരൊറ്റ വാക്കിലൂടെ സാറ നെതന്യാഹുവിനെയും ഇസ്രയേൽ ജനതയെയും മോദി കയ്യിലെടുത്തു. സാറ നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചു, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യമാണ്. മോദി ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ്. ഇസ്രയേൽ രൂപീകൃതമായ ശേഷം അവിടുത്തെ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇസ്രയേലിന്റെ ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കിരാതമായ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇസ്രയേൽ പാർലമെന്റ് നിശബ്ദമായി. ഭാരതം അനുഭവിച്ച 26/11 മുംബൈ ആക്രമണവുമായി അതിനെ അദ്ദേഹം താരതമ്യം ചെയ്തു. ഭീകരതയ്ക്ക് ഒരു മതമില്ല, ഭീകരതയ്ക്ക് ഒരു ന്യായീകരണവുമില്ല, സാധാരണക്കാരെ കൊല്ലുന്ന ഒരു ശക്തിക്കും മാപ്പില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതം എന്നും ഇസ്രയേലിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കും. മോദിയുടെ ഈ വാക്കുകൾ പാർലമെന്റിൽ അലയടിച്ചപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ എഴുന്നേറ്റ് നിന്നു. ഇതായിരുന്നു ആ സ്റ്റാൻഡിംഗ് ഓവേഷൻ. ലോകത്ത് മറ്റൊരു നേതാവിനും കിട്ടാത്ത അംഗീകാരം. സ്പീക്കർ അമീർ ഒഹാന മോദിയെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷി എന്നാണ്. മോദി എന്ന വ്യക്തിക്കല്ല, മറിച്ച് അദ്ദേഹം നയിക്കുന്ന നവഭാരതത്തിന് ലോകം നൽകുന്ന സല്യൂട്ട് ആയിരുന്നു അത്. ഭാരതവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് 1ാം ലോക മഹായുദ്ധ കാലത്ത് ഇസ്രയേൽ മണ്ണിലെ ഹൈഫ എന്ന പ്രദേശം മോചിപ്പിക്കാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത് ഭാരതീയ സൈനികരാണ്. ജോധ്പൂർ, മൈസൂർ, ഹൈദരാബാദ് ലാൻസറുകളിലെ ധീരരായ ഭാരതീയ സൈനികർ വെറും കുതിരപ്പുറത്ത് വാളുകളുമായി ചെന്ന് പീരങ്കികളും തോക്കുകളുമായി നിന്ന ഒട്ടോമൻ തുർക്കി സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കുതിരപ്പട ആക്രമണമായിരുന്നു അത്. മോദി ഈ ചരിത്രം അവിടെ വിളിച്ചു പറഞ്ഞപ്പോ ഇസ്രയേൽ ജനതയുടെ കണ്ണു നിറഞ്ഞു. നരേന്ദ്രമോദി ഹൈഫയിൽ പോയി ആ ഭാരതീയ സൈനികർക്ക് ആദരമർപ്പിച്ചു. അന്ന് മോദി ലോകത്തോട് പറഞ്ഞു, നമ്മുടെ ബന്ധം വെറും വ്യാപാരമല്ല, നമ്മുടെ ബന്ധം രക്തം കൊണ്ട് എഴുതിയതാണ്. ഇതാണ് മോദി സ്റ്റൈൽ നയതന്ത്രം. അദ്ദേഹം വെറും ഭാവിയെയല്ല, ചരിത്രത്തെയും കൂട്ടിയിണക്കുന്നു. ലോക രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപ് ഇത്രയും ഗാഢമായ ഒരു സൗഹൃദം നമ്മൾ കണ്ടിട്ടുണ്ടോ? നെതന്യാഹു മോദിയെ വിളിക്കുന്നത് സുഹൃത്ത് എന്നല്ല, മറിച്ച് എന്റെ സഹോദരൻ എന്നാണ്. ഒരിക്കൽ കടൽക്കരയിൽ ഇരുവരും പാൻസ് മടക്കി വെച്ച് കടൽ വെള്ളത്തിൽ നടക്കുന്ന ആ ഫോട്ടോ ഓർമ്മയില്ലേ? സമുദ്രജലത്തെ ശുദ്ധീകരിക്കുന്ന ഇസ്രയേൽ സാങ്കേതിക വിദ്യ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിരുന്നു അത്. വെറുമൊരു ഫോട്ടോ ഷൂട്ടല്ല, ഭാരതത്തിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക്
ശുദ്ധജലം എത്തിക്കാനുള്ള ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമായിരുന്നു അത്. ഇസ്രയേൽ ഒരു ടെക്നോളജി പവർ ഹൗസ് ആണ്, ഇന്ത്യ ഒരു മാർക്കറ്റ് പവർ ഹൗസ് ആണ്. ഈ രണ്ട് ശക്തികൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. പ്രതിരോധ മേഖലയിൽ ഇസ്രയേൽ ഭാരതത്തിന്റെ വിശ്വസ്ത പങ്കാളിയാണ്. കാർഗിൽ യുദ്ധ സമയത്ത് ലോകരാഷ്ട്രങ്ങൾ പലതും ഇന്ത്യയെ കൈവിട്ടപ്പോൾ നമുക്ക് ആയുധങ്ങളും വിവരങ്ങളും നൽകി സഹായിച്ച ഒരേ ഒരു രാജ്യം ഇസ്രയേലായിരുന്നു. ആ പഴയ കടപ്പാട് മോദി മറന്നിട്ടില്ല. അത് പലിശ സഹിതം തിരിച്ചു നൽകുന്നതാണ് ഇന്നത്തെ നയതന്ത്രം. നെതന്യാഹു തന്നെ പ്രസംഗത്തിൽ പറയുന്നു, ലോകമെമ്പാടും യഹൂദന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവർക്ക് അഭയം നൽകിയ, അവരെ ഒരിക്കൽ പോലും ദ്രോഹിക്കാത്ത ഒരേ ഒരു രാജ്യം ഭാരതമാണെന്ന്. സനാതന ധർമ്മത്തിന്റെ സഹിഷ്ണുതയെ ലോകം ആദരിക്കുന്ന നിമിഷമായിരുന്നു അത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറി. പ്രതിരോധം, കൃഷി, IT, സ്പേസ് ടെക്നോളജി, ഇങ്ങനെ എല്ലാ മേഖലയിലും മോദി സർക്കാർ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഇസ്രയേലുമായുള്ള വ്യാപാരം ഇന്ന് $10 ബില്യൺ മുകളിലാണ്. പ്രതിരോധ മേഖലയിലെ സഹകരണം ഭാരതത്തെ ഒരു സെൽഫ് റിലയൻസ് ശക്തിയാക്കി മാറ്റുന്നു. മുൻകാലങ്ങളിൽ അറബ് രാജ്യങ്ങളെ പേടിച്ച് ഇസ്രയേലുമായി പരസ്യമായി ബന്ധം പുലർത്താൻ ഭാരതം മടിച്ചിരുന്നു. എന്നാൽ മോദി ആ കപട നയതന്ത്രത്തെ തകർത്തു. ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യ മികച്ച ബന്ധം പുലർത്തുന്നുണ്ട്. ഇതാണ് മോദി ഡോക്ട്രിൻ. ഭാരതത്തിന്റെ താല്പര്യത്തിന് മുകളിൽ മറ്റൊരു രാജ്യത്തിന്റെയും അഭിപ്രായം വിലപ്പോവില്ല എന്ന ഉറച്ച നിലപാട്. നിങ്ങൾ ഇന്ന് ഈ കാണുന്നത് ഒരു വ്യക്തിയുടെ യാത്രയല്ല, മറിച്ച് 140 കോടി ജനങ്ങൾ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഇന്ന് ഭാരതത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇസ്രയേൽ പാർലമെന്റിലെ ആ നിലയ്ക്കാത്ത കയ്യടികൾ മോദി എന്ന നായകന് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ഭാരതം ലോകത്തിന് മുന്നിൽ ശിരസുയർത്തി നിൽക്കുന്ന കാഴ്ചയാണിത്. ഇസ്രയേൽ ഭാരത ബന്ധം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിൽ, കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ, സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം നടത്തുന്നതിൽ ഈ സഖ്യം ലോകത്തിന് തന്നെ മാതൃകയാകും. നമ്മൾ ഇന്ന് കണ്ടത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് ഭാരതം എന്ന മഹാശക്തിയുടെ നട്ടെല്ല് ലോകത്തിന് മുന്നിൽ നിവർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. പതിറ്റാണ്ടുകളായി ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു സാധാരണ രാജ്യം മാത്രമായി ഒതുങ്ങിപ്പോയ ഭാരതത്തെ ഇന്ന് ലോകത്തിന്റെ തീരുമാനങ്ങൾ നിശ്ചയിക്കുന്ന വിശ്വഗുരു എന്ന പദവിയിലേക്ക് അദ്ദേഹം കൈപിടിച്ചുയർത്തിയിരിക്കുന്നു. എന്താണ് മോദി എന്ന നായകനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയാണ്. ശത്രുക്കളുടെ കണ്ണിൽ നോക്കി സത്യം പറയാനുള്ള ആർജവമാണ്. ഇസ്രയേൽ മണ്ണിൽ നിന്നുകൊണ്ട് തന്റെ സംസ്കാരത്തിന്റെ നിറമായ കാവ്യയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ അദ്ദേഹം കാണിച്ച ചങ്കൂറ്റം, അതൊരു പുതിയ ഇന്ത്യയുടെ പ്രഖ്യാപനമാണ്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത, ആരുടെയും മുന്നിൽ കൈനീട്ടാത്ത, സ്വന്തം താല്പര്യങ്ങൾ ലോകത്തിന് മുന്നിൽ സിംഹഗർജനമായി മുഴക്കുന്ന നവഭാരതം. നെസറ്റിൽ ആ നേതാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇസ്രയേൽ ജനത കണ്ടത് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയല്ല, മറിച്ച് ലോകക്രമത്തെ നയിക്കാൻ പോകുന്ന ഒരു യുഗ പുരുഷനെയാണ്. അദ്ദേഹം വെറുമൊരു പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം ഭാരതത്തിന്റെ ആത്മാഭിമാനമാണ്. അതുകൊണ്ടാണല്ലോ ഇസ്രയേലിന്റെ നെസറ്റിൽ ആദ്യമായി ഒരു മെഡൽ അണിയിക്കുന്ന ആദ്യ ലോക നേതാവായി അദ്ദേഹം മാറിയത്. കോടിക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമാണത്. ലോകമെമ്പാടുമുള്ള സനാതന ധർമ്മ വിശ്വാസികളുടെ പ്രതീക്ഷയാണത്. ഭീകരവാദത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാനും സാങ്കേതിക വിദ്യയുടെ കൊടുമുടി കീഴടക്കാനും ഭാരതത്തെ പ്രാപ്തനാക്കിയ ആ നായകന് കീഴിൽ നമ്മൾ എന്നും സുരക്ഷിതരാണ്. ഇന്നത്തെ ഈ ലോകം ഭാരതത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ, ലോക നേതാക്കൾ മോദിയെ ചേർത്ത് പിടിക്കാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ഭാരതത്തിന്റെ സമയം വന്നെത്തി എന്നാണ്. ഇത് മോദിയുടെ യുഗമാണ്, ഇത് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ്. വരും തലമുറകൾ ചരിത്രത്തിൽ വായിക്കും, ഒരു കാലത്ത് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ഒരു നായകൻ ഉണ്ടായിരുന്നു എന്ന്. ആ നായകന്റെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു എന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയുക, അതെ, ഞാനും ഈ മാറ്റത്തിന്റെ സാക്ഷിയാണ്. ഭാരതത്തിന്റെ ഈ ചൈത്രയാത്രയിൽ നമുക്ക് ഒരു 100 അഭിമാനമാണ്, അല്ലെങ്കിൽ ഒരു 1000 അഭിമാനമാണ്, 1,00,000, 1 കോടി, അങ്ങനെ തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.